ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നൈറ്റ് മസിൽ ക്രാംസ്, രാത്രിയിലെ മസിൽ കോച്ചിപ്പിടുത്തം. അതിനെ നൊക്ടേണൽ മസിൽ ക്രാംസ് എന്ന് പറയും. നൊക്ടേണൽ എന്നാൽ രാത്രി, നൈറ്റ്. അതായത് നമ്മളൊന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ, നന്നായി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അസഹനീയമായ വേദനയാൽ നമ്മൾ ഉറക്കമെഴുന്നേൽക്കുന്നു. ഒന്ന് കാല് നിവർത്താനോ കാല് മടക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. ഇനി എന്താണ് ഈ ക്രാംസ്? ക്രാംസ് എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി മസിൽ കൺട്രാക്ഷൻ. ഇൻവോളണ്ടറി എന്നാൽ നമ്മളെ കൺട്രോളിലല്ലാതെ, നമ്മളാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മളെ മസിൽ മുറുകി പിടിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് ക്രാംസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ വോളണ്ടറിയും ഇൻവോളണ്ടറിയും അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. വോളണ്ടറി എന്നാൽ നമ്മളാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പേന എടുക്കുന്നു, ഈ പേന എടുക്കാൻ എൻ്റെ മസിലിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻവോളണ്ടറി എന്നാൽ ഡയഫ്രം, അതായത് നമ്മുടെ ശ്വസിക്കാൻ സഹായിക്കുന്ന മസിൽസ്, നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസ്, ഡൈജഷൻ സഹായിക്കുന്ന മസിൽസ്, ഇതെല്ലാമാണ് ഇൻവോളണ്ടറി മസിൽസ്, നമ്മളാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവ. അതുപോലെ നമ്മളാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ രാത്രി നമ്മുടെ ആ മസിൽ കൺട്രാക്ട് മുറുകി പിടിക്കുന്ന അവസ്ഥയാണ് ക്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാർക്കൊക്കെ സംഭവിക്കാം? ആരൊക്കെയാണ് ഈ വേദന അനുഭവിക്കുന്നത്? കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ ഇത് കാണുന്നുണ്ട്. നമ്മുടെ പ്രഗ്നന്റ് വുമൻസിനാണ് കൂടുതലും കാണപ്പെടുന്നത്. അവർ കൂടുതൽ അനുഭവിക്കുന്നതാണ് നൈറ്റ് മസിൽ ക്രാംസ് എന്ന് പറയുന്നത്. അടുത്തതായി ഈ മസിൽ ക്രാംസിന്റെ റീസൺസ് ആണ്. എന്തൊക്കെ കാരണങ്ങളാലാണ് ഈ മസിൽ ക്രാംസ് സംഭവിക്കുന്നത്? പ്രധാനമായും ഇത് ഉണ്ടാവുന്നത് നമ്മുടെ ലെഗ് മസിലായ കാഫ് മസിലിനാണ് സംഭവിക്കുന്നത്. ഇനി 7 റീസൺസ് ആണ് മെയിനായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഓവർ യൂസ് ഓഫ് ദാറ്റ് മസിൽ. ആ മസിലിൻ്റെ അമിതമായ ഉപയോഗം മൂലം, അതായത് കണ്ടിന്യൂസ്ലി നിന്ന് ജോലി ചെയ്യുന്നവർക്ക്, നമ്മുടെ ട്രാഫിക് പോലീസ്, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ടീച്ചേഴ്സിന്, നമ്മുടെ വീട്ടമ്മമാർ, അവർ 2 to 3 hours കണ്ടിന്യൂസ്ലി കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരാണ്. കുഞ്ഞു കുട്ടികൾ, ഓടിച്ചാടി നടന്ന് കളിക്കുന്നവർ, അങ്ങനെ ഓവർ യൂസ് ഓഫ് ദാറ്റ് മസിൽസ്. അതുമാത്രമല്ല പ്രൊലോങ്ഡ് സിറ്റിംഗ്, കുറേ നേരം ഇരിക്കുന്നവർക്ക്, കാല് തൂക്കിയിട്ട് ഇരിക്കുന്നവർക്ക്, യാത്ര ചെയ്യുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുമ്പോൾ, ഡെസ്ക് വർക്ക് ചെയ്യുമ്പോൾ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, അവർക്കൊക്കെ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ, ബോഡിയിലെ വാട്ടർ കണ്ടന്റിന്റെ കുറവ് മൂലം. അടുത്ത തേർഡ് റീസൺ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കുറവ് കാരണം, അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഇലക്ട്രോലൈറ്റ്സ് ആയ മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, സിങ്ക് ഇവയുടെ കുറവ് മൂലം. ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിച്ചവർ പെട്ടെന്ന് തണുപ്പുള്ളിടങ്ങളിലോട്ട് വരുമ്പോൾ അങ്ങനെ മസിൽ ക്രാംസ് സംഭവിക്കും. ഈവൻ നമ്മൾ AC ഇട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ സംഭവിക്കും. അല്ലെങ്കിൽ രാത്രി ഫാൻ നമ്മുടെ കാലിലോട്ട് ഡയറക്റ്റ് അടിക്കുന്ന രീതിക്ക് കിടക്കുന്നവരിലും മസിൽ ക്രാംസ് ഉണ്ടാവുന്നുണ്ട്. അടുത്തത് 5ാമത്തത് നമ്മുടെ എക്സസൈസിൻ്റെ കുറവ് മൂലം. പ്രോപ്പറായിട്ട് നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയിലും മസിൽ ക്രാംസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് എക്സസൈസ് ചെയ്യുന്നവരിലും ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സസൈസിൻ്റെ കുറവ് മൂലം. അടുത്തത് പ്രഗ്നന്റ് വുമൻസിൽ കാണപ്പെടുന്നത് 6ാമത്തെ റീസൺ പ്രഗ്നന്റ് ലേഡീസിൽ എന്തുകൊണ്ടെന്നാൽ അവരിൽ ഓവർ വെയിറ്റ് കാരണവും അവരുടെ കാൽഷ്യത്തിൻ്റെയും ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും കുറവ് മൂലം. അടുത്തത് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർക്ക്, അമിതമായി മദ്യപിക്കുന്നവരിലും മസിൽ ക്രാംസ് ഉണ്ടാകുന്നുണ്ട്. ഇതാണ് മെയിൻ 7 റീസൺസ് നമ്മുടെ ഈ നൊക്ടേണൽ രാത്രി കാലഘട്ടങ്ങളിൽ മസിൽ കോച്ചി പിടിക്കുന്നതിൻ്റെത്. അടുത്തത് ഇതെങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം? ഓക്കെ, നമുക്ക് രാത്രി മസിൽ കോച്ചി പിടിച്ചു, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഉടൻ തന്നെ റിലാക്സ് ആവാം. ആ മസിൽ കോച്ചി പിടുത്തയിൽ ശ്രദ്ധിക്കും, അത്രയ്ക്ക് വേദനയായിരിക്കും, എന്നാലും ഒന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കുക. കാലൊന്ന് നിവർത്തി വെക്കുക, പറ്റുന്നതും മടങ്ങിയിരിക്കുന്നത്. നമ്മളൊന്ന് സൈഡിലോട്ടൊക്കെ ചരിഞ്ഞ് കിടക്കുന്ന സമയത്തേക്കും പെട്ടെന്ന് ഇത് പിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെല്ലെ കാലൊന്ന് നിവർത്താൻ ശ്രമിക്കുക. കാല് നിവർത്തി വെച്ച ഉടൻ തന്നെ കാലിൻ്റെ ആംഗിൾ മേലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് കാലൊന്ന് നിവർത്തി വെക്കുക. കാല് നിവർത്തി വെച്ചതിന് ശേഷം കാലൊന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുക, കാലിൻ്റെ ആംഗിൾ ഒന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് കാല്, ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ മസിൽ ക്രാംസ് കാഫിൽ സംഭവിച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അമർത്തി അല്ലെങ്കിൽ ഇങ്ങനെ തടവി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. 4ാമത് ഐസും ഹോട്ടും, ഐസ് പാക്കും ഹോട്ട് പാക്കും മാറി വെക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. ഇനി അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഐസ് പാക്ക് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഒന്ന് ഐസ് പാക്ക് വയ്ക്കുക. അടുത്ത 5ാമതായി നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെച്ച് ചെയ്യണം. പ്രോപ്പറായിട്ട് കാഫിനൊന്ന് സ്ട്രെച്ച് കൊടുക്കുക. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഷോളോ ടവലോ വെച്ച് കാലിനെ മെല്ലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. കാഫ് സ്ട്രെച്ച് കൊടുക്കുക. ഇതാണ് പെട്ടെന്ന് നമുക്കൊരു മസിൽ ക്രാംസ് വന്നാൽ ചെയ്യാൻ പറ്റുന്നത്.
അടുത്തതായി ഇത് വരാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതായത് ആദ്യം പറഞ്ഞത് നമ്മളിത് വന്നു കഴിഞ്ഞാൽ ഉടൻ എന്തൊക്കെ ചെയ്യാമെന്നാണ്. ഇനി ഇത് വരാണ്ട് ഇങ്ങനെ ഒരു മസിൽ ക്രാംസ് ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ മാറ്റങ്ങൾ വരുത്താം? ആദ്യത്തേത് സ്ട്രെച്ചിങ്. കാഫ് സ്ട്രെച്ച്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഷോൾ വെച്ച് ആങ്കിളിനെ മേലോട്ട് വലിക്കുക, ഇതുപോലെയുള്ള കാഫ് സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ക്വാഡ്രിസെപ്സ് സ്ട്രെച്ചിങ്, പിന്നെ ഹാംസ്ട്രിങ് സ്ട്രെച്ചിങ്. ഈ 3 മസിലിനും പ്രോപ്പറായിട്ടുള്ള സ്ട്രെച്ചിങ് കൊടുക്കുക. അതോടൊപ്പം തന്നെ സ്ട്രെങ്തനിങ് എക്സസൈസുകളും. ഈ സ്ട്രെച്ച് എന്ന് പറയുന്നത് ഡെയിലി ഒരു നേരം ചെയ്താലും മതി. 5 സെക്കൻഡ് ഈച്ച് സ്ട്രെച്ച് ഹോൾഡ് ചെയ്യുകയും അങ്ങനെ 10 to 20 കൗണ്ട്സ് ചെയ്യണം. ഓക്കെ. അടുത്തതായി പ്രോപ്പർ വാട്ടർ ഇൻടേക്ക്. 2 to 3 ലിറ്റേഴ്സ് പെർ ഡേ. ഡെയിലി 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. അടുത്തത് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കുറവ് മൂലമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം, സോഡിയം ഈ ഇലക്ട്രോലൈറ്റ്സ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഓവർ യൂസ് ചെയ്യാണ്ടിരിക്കുക. കണ്ടിന്യൂസ്ലി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുന്നേൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സ്ട്രെച്ചൊക്കെ കൊടുത്തതിന് ശേഷം എഗെയിൻ വർക്ക് ചെയ്യുക. അതുപോലെ കണ്ടിന്യൂസ്ലി നിന്ന് ജോലി ചെയ്യാണ്ടിരിക്കാനും ശ്രമിക്കുക. അതുപോലെ AC ഇട്ട് കിടക്കാതിരിക്കുക. ഫാനിൻ്റെ കാറ്റ് ഡയറക്റ്റ് നമ്മുടെ കാലിൽ അടിക്കുന്ന രീതിയിൽ കിടക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസിൽ ക്രാംസ് വരാതെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇത് ഡെയിലി മസിൽ ക്രാംസ് വരുന്നവർക്കുള്ളതല്ല, കണ്ടിന്യൂസ്ലി മസിൽ ക്രാംസ് അനുഭവിക്കുന്നവർക്കുള്ളതല്ല ഈ പറഞ്ഞവയൊന്നും. അങ്ങനെ അനുഭവിക്കുന്നവരാണ് എങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. മസിൽ ക്രാംസ് വരാൻ വേറെയും ഒരുപാട് റീസൺസ് ഉണ്ട്. കാർഡിയോവാസ്കുലർ അസുഖങ്ങൾ ഉള്ളവർക്ക് വെജിക്കോസ് വെയിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരും. സെൻട്രൽ കനാൽ സ്റ്റീനോസിസ്, കിഡ്നി ഡിസീസ് ഉള്ളവർക്ക്, തൈറോയ്ഡ്, പാരാതൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക്, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് ഈ മസിൽ ക്രാംസ് വരാനായിട്ട്. കണ്ടിന്യൂസ്ലി ക്രാംസ് അനുഭവിക്കുന്നവരാണ് എങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.